സങ്കീർത്തനം 31:23. Psalms 31:23. സങ്കീർത്തനം 31:23. Psalms 31:23. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം വേറെ ധാരാളം കിട്ടുന്ന റിവാർഡും ഉണ്ട്. ഇംഗ്ലീഷിൽ വായിച്ച ആ വാക്യം Lord preserveth the faithful, plentifully rewarded the proud. Praise the Lord. Plentifully rewarded. തെറ്റിച്ച് ചെയ്യുന്നവർക്കും റിവാർഡ് വെച്ചിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴാണ് ചിലർക്ക് സന്തോഷമായ, അവർക്കൊക്കെ ഒരു പകരം കിട്ടാൻ പോവാണല്ലോ. ഇതാദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു, എങ്കിൽ ഞാൻ അധികം മിണ്ടത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പകരം കിട്ടുന്നതിലല്ല നമുക്ക് സന്തോഷം ഇരിക്കുന്നത്, ദൈവം നമുക്ക് റിവാർഡ് തരാൻ പോകുന്നതിലാണ്, പ്രതിഫലം എനിക്ക് തരുന്നതിലാണ് സന്തോഷം ഇരിക്കുന്നത്. ഹല്ലേലൂയ. ന്യായവും നീതിയും നല്ലവണ്ണം ചെയ്യുന്ന ദൈവം എല്ലാം ഭംഗിയായിട്ട് ചെയ്തിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ 1 കൊരിന്ത്യർ 3:8-9 വാക്യം. 1 കൊരിന്ത്യർ 3:8-9 വാക്യം. 1 Corinthians chapter 3. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ. പ്രൈസ് ദി ലോർഡ്. ഒരാൾ പോയി സുവിശേഷം പറഞ്ഞു, വേറൊരാൾ വെള്ളം കോരി, വേറൊരാൾ അതിനെ നട്ടു നനച്ചു വളർത്തി. പ്രതിഫലം വരുമ്പോ എങ്ങനെ ഇരിക്കും? ഒരുപോലെയാണ്. അതുകൊണ്ട് ഏതാണോ നിനക്ക് എളുപ്പം അറിയാവുന്നത് അങ്ങ് ചെയ്താൽ മതി. വിത്ത് വിതയ്ക്കാൻ അറിയാമോ? വിതച്ചങ്ങ് പോവുക. വെള്ളം അടിക്കാനുള്ള ടീമിനെ ദൈവം പുറകെ വിട്ടോളും. വെള്ളം അടിക്കാനാണോ ദൈവം നിനക്ക് കൃപ തന്നിരിക്കുന്നത്? വെള്ളം അടിച്ചങ്ങ് പോവുക. നടുവോ നനയ്ക്കോ എന്തെങ്കിലും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചെല്ലു പറയും, എനിക്ക് ശുശ്രൂഷ തന്നിരിക്കുന്ന കള പറിക്കാനാണ്, അതുകൊണ്ടാണ് ഞാൻ എല്ലാം കണ്ടുപിടിച്ച് ഇതിന്റെ CID പോലെ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കള അവസാനം വരെ വളരട്ടെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അത് അവസാന ന്യായവിധി സമയത്ത് ദൈവം പറിച്ചോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കള പറിക്കൽ ശുശ്രൂഷയിലേക്കോട്ട് ഇറങ്ങണ്ട. നടാനും നനയ്ക്കാനും ഏറ്റെടുത്താ മതി. മുറിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണ്ട. പ്രൈസ് ദി ലോർഡ്. കരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ദൈവസഭ മുറിക്കുന്ന സഭയല്ല. പ്രൈസ് ദി ലോർഡ്. കരിക്കുന്ന സഭയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചോ. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. Do you really realize that we are co-workers with God? Can you read that part in English, please? For we are God co-workers, laborers along with God. We are responsible as God. Praise the Lord. ഒരു ന്യൂറോ സർജനെ അസിസ്റ്റ് ചെയ്യാൻ കയറുന്ന വ്യക്തി അറ്റ്ലീസ്റ്റ് ഒരു MBBS എങ്കിലും കഴിഞ്ഞ വ്യക്തി ആകണ്ടേ? 10ാം ക്ലാസ് പാസ്സാകാത്ത ഒരുത്തിനെ പിടിച്ച് കയറ്റാൻ പറ്റുമോ? തൽക്കാലം ഇവൻ നിന്നോട്ടെ, തല തുറക്കുകയല്ലേ, എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു ഡോക്ടറെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ വേണം. ഇവിടെ ആരെ ഹെൽപ്പ് ചെയ്യാനാണ് വിളിച്ചിരിക്കുന്നത്? ഹലോ. സർവശക്തനായ ദൈവത്തിന്റെ അന്ത്യകാല പദ്ധതിയിൽ സഭയെ ഒരുക്കുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കളെ ദൈവം നിങ്ങളെ കൃപകളും കൃപാവരങ്ങളും ആരെ നിറച്ച് ആ വിളിയിലേക്ക് അങ്ങ് ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവം എങ്ങനെ പണി ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ കൃഷി ചെയ്യുവാൻ, അതുപോലെ വീട് പണിയുവാൻ, അങ്ങനെ ഗ്രഹം കാക്കുവാൻ, ദൈവ സഭയെ സൂക്ഷിക്കുവാൻ ദൈവം നിങ്ങളെ കാര്യസ്ഥരാക്കി തീർക്കുമാറാകട്ടെ. അതിന്റെ 17-18 വാക്യം. 1 കൊരിന്ത്യർ 3:17-18. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം, ഇതിന് 2 ട്രാൻസ്ലേഷൻ ഉണ്ട്. ഒന്ന്, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മന്ദിരമായ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യരുതെന്ന് പറയുന്നത്. കേരളത്തിലും ഇന്ത്യയിലും ആത്മഹത്യക്ക് റാങ്ക് കിട്ടിയ മലയാളി ടീമുകൾ. ഹലോ. ഏറ്റവും കൂടുതൽ ആത്മഹത്യ, സൂയിസൈഡ് നടക്കുന്നത് കേരളത്തിലാണ്. 10ാം ക്ലാസ് തോറ്റ സൂയിസൈഡ്, തടഞ്ഞു വെച്ചിരിക്കുന്ന പ്രമോഷൻ കിട്ടിയില്ലെങ്കിൽ സൂയിസൈഡ്.
ഭാര്യ അടുക്കളയിൽ നിന്ന് കയറി വരാതിരുന്ന സൂയിസൈഡ്. ചെറിയ ചെറിയ കാര്യത്തിനാണ് മലയാളികൾ സൂയിസൈഡ് ചെയ്യുന്നത്. 10ാം ക്ലാസ് വല്ല ജീവിതാവസാനമാണോ? അല്ല. തടഞ്ഞു വെച്ചിരിക്കുന്ന 1 മാസത്തെ ശമ്പളം വല്ല ജീവിതാവസാനമാണോ? ഭാര്യ നോക്കി ചിരിച്ചില്ലെങ്കിൽ അതിന്റെ അവസാനമാണോ? അത് തൽക്കാലം പുള്ളിയുടെ മൂഡ് ഓഫ് ആയതുകൊണ്ടാണ്. പുള്ളി പിറ്റേ ദിവസം ചിരിച്ചോളും. ഇതൊന്നും ആത്മഹത്യ ചെയ്യാൻ പറ്റിയ സംഗതിയല്ല. കേൾക്കുന്നവരെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണേ. ഇന്ന് വരെയും കേരളത്തിലെ ഒരു പട്ടിയോ പൂച്ചയോ കഴുതയോ ആത്മഹത്യ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. പഠിച്ച ബുദ്ധിമാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു മൃഗം മടിക്കുന്ന ഈ സംഭവം ധൈര്യത്തോടെ ചെയ്യുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി ആത്മഹത്യക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവവചനം നിന്നോട് സംസാരിക്കുകയാണ്. ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പദ്ധതിയുണ്ട്, ഒരു പുതിയ തുടക്കമുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്, ഒരു വിടുതലുണ്ട്, ഒരു രൂപാന്തരമുണ്ട്. നിന്നെ തന്നെ നശിപ്പിക്കുവാൻ ദൈവം നിന്നെ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ വിഷയം നമ്മൾ മുമ്പേ പറഞ്ഞു, 8, 9 പറഞ്ഞു. എന്താണ് ഇത്? ദൈവത്തിന്റെ ഗ്രഹമാണ്. എന്താണ്? ദൈവത്തിന്റെ ഭവന നിർമ്മാണമാണ്. അതെന്തുവാ ഭവനം? അത് ദൈവസഭയാണ്, അല്ലേ? അങ്ങനാണെങ്കിൽ ദൈവസഭയെ നശിപ്പിക്കുന്നവനെ എന്ത് ചെയ്യും? ഹലോ, ചുമ്മാതൊരു പാസ്റ്ററൊക്കെ ചുമ്മാതൊരു കുറ്റം പറഞ്ഞു അതങ്ങ് അയാൾക്കങ്ങനെ ഇരുന്നോട്ടെ. നേരം പോക്കിന് എന്റർടൈൻമെന്റാ ചില ആൾക്കാർക്ക്. വൈകിട്ട് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കാത്ത പാസ്റ്ററാണല്ലോ, അതുകൊണ്ട് പാവത്തിനിട്ട് അങ്ങ് പാര വെച്ചേക്കാം. ദൈവീയത് അങ്ങനെ കുറ്റം പറയരുത്. 4, 5 തലമുറകൾ കൺജനറ്റ്ലി അബ്നോർമൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേറെ ഒന്നും വേണ്ട. വിഷം കഴിക്കണ്ട. ഒരു ദൈവദാസനെതിരായിട്ട് കുറ്റം പറഞ്ഞാൽ മതി. അവനെ നോക്കാൻ ദൈവം നിന്നെ വിധിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നീതിമാനാക്കുന്ന ദൈവം വിധിക്കുന്നത് നമ്മളല്ല. പ്രൈസ് ദി ലോർഡ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരാൾ വന്നു. സ്കൂട്ടറിലാണ് വന്നത്. ഭയങ്കര പ്രശ്നം. കാൽ രണ്ടും ഭയങ്കര തരിപ്പ്, ഭയങ്കര അസുഖം. ഇവിടെ തൃശ്ശൂർ തന്നെയുള്ളതാ. ഒരു കട നടത്തുന്നതാണ്. ഞാൻ മരുന്ന് എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇദ്ദേഹത്തിനൊരു ചീത്ത സ്വഭാവമുണ്ട്, ദൈവദാസന്മാരെ കുറ്റം പറയുന്ന സ്വഭാവം. ഞാൻ ചോദിച്ചു അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ? ഇത് പറഞ്ഞു ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞത് എനിക്കറിയാം. എനിക്ക് പറഞ്ഞു അത് മാത്രമേ ഉള്ളൂ എൻ്റെ പരിപാടിയിൽ. പുള്ളി ഒരു കട ഇട്ടിട്ടുണ്ട്. കടയിൽ വരുന്നവരുടെ അടുക്കലൊക്കെ അയാൾ എന്തിനാ അങ്ങനെ നടക്കുന്നത്, ഇയാൾ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്, അയാൾ അങ്ങനെ നടന്നൂടെ, ഇങ്ങനെ നടന്നൂടെ, അയാളുടെ ചെരുപ്പിങ്ങനെ ഇട്ടൂടെ, വണ്ടി അങ്ങനെ മേടിച്ചൂടെ, അയാളുടെ ഷർട്ട് അങ്ങനെ ആക്കിക്കൂടെ, അയാളുടെ കാര്യം നോക്കിയിരിക്കുന്ന ഇയാൾ. ഞാൻ പറഞ്ഞു നീ നേരെയാവൂല്ല. നിനക്ക് സൗഖ്യം കിട്ടണമോ ഈ പരിപാടി ഇന്ന് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. പുള്ളി കരയാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചു, പുള്ളിയെ പറഞ്ഞു വിട്ടു. 2 ആഴ്ചയ്ക്ക് ശേഷം തിരിച്ചു വന്നു. ഡോക്ടറെ 2-3 ദിവസം ഞാൻ ഫോൺ വിളിച്ച് മതിയായി. ഞാൻ കുറ്റം പറഞ്ഞവരെ എല്ലാം വിളിച്ച് ക്ഷമ ചോദിച്ചു. അവസാനം എൻ്റെ ചേട്ടനെയും വിളിച്ച് ക്ഷമ ചോദിച്ചു. എന്തുകൊണ്ടെന്നാൽ ആയക്കെതിരായിട്ട് ഞാൻ ഒത്തിരി കുറ്റം പറഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാരണവശാലും ദൈവസഭയ്ക്കെതിരായി പെരുമാറുന്നവനെ ദൈവം വെറുതെ വിടുകയില്ല. ശൗലേ ശൗലേ, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ എന്ന് പറഞ്ഞു ദമസ്കോത്തിന്റെ പടിവാതിക്കൽ സ്വർഗം വെളിപ്പെട്ടെങ്കിൽ ഇന്നും വെളിപ്പെടുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. ദൈവസഭയെ തകർക്കുവാൻ ഒരു വ്യക്തിക്കും അനുവാദമില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. രാത്രി വ്യക്തമായി പറയട്ടെ, ഇത് ദൈവസഭയുടെ പണിയാണ്. കർത്താവിന്റെ വരവടുത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിന്റെ ദൈവസഭയുടെ പണിക്ക് കൈത്താങ്ങൽ കൊടുത്തിറങ്ങുവാൻ ദൈവം നിങ്ങളെയും അഭിഷേകം ചെയ്യുമാറാകട്ടെ. റോമർ 8:12 റോമർ 8:12 റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 12. നമ്മൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്ന. അടുത്ത വാക്യം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിച്ചാൽ ദൈവം നമുക്ക് ജീവൻ ദാനമായി തരും. റോമർ 14:10-12 Romans 14:10 and 12. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? നിന്റെ കണ്ണിനകത്ത് വലിയൊരു കോലിരിക്കുമ്പോൾ നീ സഹോദരന്റെ കണ്ണിലെ കരടെടുക്കാൻ നോക്കുന്നത് എന്ത്? നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അടുത്ത വാക്യം.
നാം എല്ലാവരും ദൈവസന്നിധിയിൽ നിൽക്കേണ്ടിവരാണ്. 12-ാം വാക്യം. ആ, നാം ഓരോരുത്തൻ, ഫാമിലി അക്കൗണ്ട് അല്ല, പേഴ്സണൽ അക്കൗണ്ട്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കണം. അപ്പച്ചന് നമുക്ക് വേണ്ടി എക്സ്ക്യൂസ് എടുക്കാൻ പറ്റുകയില്ല. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണം. സ്ത്രീ, പുരുഷ, ആബാല, വൃദ്ധജനം ഓരോരുത്തരും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ കണക്കുകളെ ഒന്ന് നേരെയാക്കുവാൻ ഇന്ന് രാത്രി ദൈവം കൃപ തരുമാറാകട്ടെ. ദൈവ രാജ്യത്തിന് വേണ്ടി ചില പ്രവർത്തികൾക്കായി നമ്മുടെ ജീവിതത്തെ പ്രവർത്തിക്കാം, പ്രതിഷ്ഠിക്കാം, ഒരു പുതിയ തീരുമാനമെടുക്കാം. ഹല്ലേലൂയ. ഇനിയും ഞാൻ ഈ രീതിയിലല്ല തുടങ്ങാൻ പോകുന്നത്. ഇനിയും തുടരാൻ പോകുന്നത് ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ആത്മാവ് നടത്തുന്നത് പോലെ ഞാൻ മുമ്പോട്ടോടും. 2 യോഹന്നാൻ 1:8. 2 യോഹന്നാൻ 1:8. സെക്കൻഡ് ജോൺ, എപ്പിസിൽ ഓഫ് സെക്കൻഡ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 8. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. We must be careful to get the full reward. Full reward. See to that we are getting the full reward, not partial reward, not some reward. ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാ പ്രതിഫലവും ഒന്നുപോലും നഷ്ടപ്പെടാതെ പ്രാപിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ +2 പഠിക്കുമ്പോൾ MBBS അഡ്മിഷൻ കിട്ടണമെങ്കിൽ 95% മാർക്ക് മേടിക്കണം പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ. ഒന്ന് ഓർത്തു നോക്കിയേ, സയൻസ് സബ്ജക്റ്റിന് ഒരു ക്വസ്റ്റ്യൻ പോയാൽ എല്ലാം പോയി. പ്രാക്ടിക്കലിൽ ഒരെണ്ണം തെറ്റിയാൽ എല്ലാം തെറ്റി. അപ്പൊ പാസ്സാകേണ്ടവന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അവന് 45 കിട്ടിയാൽ മതി, അല്ലെ 50 കിട്ടിയാൽ മതി, അവൻ പാസ്സാവും. അവൻ ചിരിച്ചോണ്ട് നടക്കുകയാണ്. എൻ്റെ മനസ്സിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പോയാൽ എല്ലാം പോയി. അപ്പൊ മുഴുവൻ സബ്ജക്റ്റും 5 പ്രാവശ്യം എഴുതി പഠിച്ച്, കെമിസ്ട്രിയിലെ ഓരോ സോൾട്ടും സ്പെഷ്യൽ 10-15 ലാബിൽ കയറി നടന്ന് 10-20 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത്, സോൾട്ട് കണ്ടാൽ തന്നെ പിടികിട്ടണം ഈ സാധനമാണ്, ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ. തെറ്റിപ്പോയാൽ മുഴുവൻ പോയി. ഇവിടെ അങ്ങനല്ല, ഒപ്പിക്കൽസ്, എങ്ങനെയെങ്കിലും അങ്ങ് സ്വർഗരാജ്യത്തിൽ കയറിയാൽ മതി. റിവാർഡൊക്കെ എന്തിനാ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മിച്ചഭൂമിക്ക് വേണ്ടി കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഗംഭീരമായി ധാരാളം പ്രവേശനം കിട്ടും. യു മസ്റ്റ് ഗെറ്റ് യുവർ ഫുൾ റിവാർഡ്. യു മസ്റ്റ് ഗെറ്റ് യുവർ ഫുൾ റിവാർഡ്. ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാം പൂർണ്ണമായി പ്രാപിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഞാൻ പണ്ടൊരിക്കൽ ഒരാൾ കരയെന്ന് കണ്ടു. എനിക്ക് സങ്കടം തോന്നി. പുള്ളി ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ആക്ട് ചെയ്ത ആ ഫിലിമിനകത്ത് നല്ലൊരു ആക്ഷനായിരുന്നു. ആ പ്രാവശ്യം മലയാളം സിനിമ പുള്ളിക്ക് അവാർഡ് കൊടുത്തില്ല. എന്തായിരുന്നു സങ്കടം എന്നറിയാം? ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ പുള്ളി കുറേ നാൾ സങ്കടമായിരുന്നു. ഒരു ചെറിയ അവാർഡിന് വേണ്ടി പുള്ളിക്ക് ഇത്രയും സങ്കടം ഉണ്ടായി. സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന അവാർഡ് മിസ്സായിട്ട് സങ്കടമുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഹലോ. പൂർണ്ണമായിട്ട് പൊട്ടം കളിക്കുന്നതിനല്ല, പടത്തിൽ ആക്ട് ചെയ്യുന്നതിനല്ല, നിന്റെ ജീവിതം ജീവിക്കുന്നതിന്റെ റിവാർഡാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാ അവാർഡും പൂർണ്ണമായി പ്രാപിച്ചെടുക്കുവാൻ ഇന്ന് രാത്രി ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ദർശനം, ഒരു പുതിയ കൃപ ദൈവം തരുമാറാകട്ടെ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഹൈറ്റ് ഉള്ളവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നാണ് പറഞ്ഞത്. 90 കിലോ വെയിറ്റ് ഉള്ളവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നാണ് പറഞ്ഞത്. അല്ല ആണുങ്ങളാൽ പെണ്ണുങ്ങളാൽ എന്നാണ് പറഞ്ഞത്. അല്ല, യേശുവിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം പ്രാപിക്കും. നിനക്ക് വേറൊന്നും ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്ക് ആവശ്യമായി ദൈവം ചോദിക്കുന്നില്ല. വിശ്വാസം മാത്രം. വിശ്വാസത്തോടെ കൈവെക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. മടിച്ചു നിൽക്കുന്ന സഹോദര, മൗനമായി നിൽക്കുന്ന സഹോദരി, നിന്റെ വാ തുറക്കുവാൻ സമയമായി. നീ ശുശ്രൂഷയ്ക്കായി ഇറങ്ങുവാൻ സമയമായി. പ്രതിഫലം നേടുവാൻ സമയമായി. പോരാടുവാൻ സമയമായി. ഗലാത്യർ 3:4. ആ ആ ആ ദൈവം വെറുതെ അല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അവർ വർക്ക് ഈസ് നോട്ട് ഇൻ വെയിൻ. എല്ലാ പ്രവൃത്തിയുടെയും പിൻപിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇന്ന് നമ്മൾ സാക്ഷ്യം കേട്ടല്ലോ, ദൈവം പ്രവൃത്തി ചെയ്യുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടാണ്. അത് മാത്രമല്ല,
ദൈവം തന്റെ മഹത്വം മനുഷ്യന് പങ്കുവെക്കുകയില്ല. അതുകൊണ്ട് പ്രവൃത്തി ചെയ്തിട്ട് ഞാനാ ചെയ്തെന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് സാക്ഷി പറയുമ്പം ദൈവദാസന്മാർ ശ്രദ്ധിക്കണം. ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ക്യാൻസൽ ആയി പോകും. ഹലോ, പിടികിട്ടിയോ? അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്. ദൈവം തന്റെ മഹത്വം വേറെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. അതുകൊണ്ട് ക്രെഡിറ്റ് എടുക്കരുത്. ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. പ്രവൃത്തി ചെയ്തോളൂ, ക്രെഡിറ്റ് അവിടെ കൊടുത്താൽ മതി. നമുക്ക് ക്രെഡിറ്റ് എടുക്കാൻ പോകുന്ന എപ്പോഴാണ്? പോയിന്റ് എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് പ്രതിഫലം കിട്ടുന്ന നാളിൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്. അന്ന് ക്രെഡിറ്റ് എടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എബ്രായർ 10:32-35. Hebrews chapter 10 verse 32 and 35. എബ്രായർ 10:32-35. ആ ആ ആ ആ ഭവിച്ചും ആ ആ ആ ഓർത്തുകൊള്ളുവിൻ. 35-ാം വാക്യം. ഈ കഷ്ടപ്പാട് മുഴുവൻ കഴിച്ച ശേഷം നിങ്ങളുടെ ധൈര്യം പോകരുത്. എന്താ കാര്യം? മഹാപ്രതിഫലമുണ്ട്. നിങ്ങൾ സഹിക്കുന്ന എല്ലാ കഷ്ടപ്പാടിനും. നീ സ്നാനപ്പെട്ടപ്പോൾ നീ കൂത്തുകാഴ്ചയായി. നീ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒത്തിരി പേര് കളിയാക്കി. ഹല്ലേലൂയ പറഞ്ഞപ്പോൾ ഒത്തിരി പേര് നിന്നെ നോക്കി ചിരിച്ചു. പക്ഷേ നീ ലോകത്തിന്റെ മുമ്പിൽ കൂത്തുകാഴ്ചയായത്. നീ വിഷമിക്കേണ്ട, അതിന് പ്രതിഫലമുണ്ട്. നിന്നെ രക്ഷിക്കുവാൻ യേശു ലോകത്തിന്റെ മുമ്പിൽ കൂത്തുകാഴ്ചയായി. തന്റെ താൻ താഴ്ത്തി മനുഷ്യനെ പോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സൃഷ്ടികളാൽ കഷ്ടം അനുഭവിച്ചു. അവന്റെ മുഖം നോക്കുവാൻ കഴിയാതെ ആൾക്കാർ മാറ്റി നിന്നു. അത്രമാത്രം അവൻ നിന്നാപാത്രമായി. അപ്പൊ അവന്റെ കഷ്ടത്തിൽ, അവന്റെ നിന്നയിൽ നമ്മൾ കൂട്ടുകാരാകുമ്പോൾ പ്രതിഫലം കൂടുതലാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചാൽ ബാക്കിയുള്ള എല്ലാ കഷ്ടതയെക്കാട്ടിലും കൂടുതൽ പ്രതിഫലമാണ്. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിച്ചാൽ കൂടുതൽ പ്രതിഫലമാണ്. സ്വർഗം അതിനെ കൂടുതൽ മാനിക്കും. ഹല്ലേലൂയ. ഞാൻ വേഗം പോട്ടെ. വെളിപാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ഞാൻ വേഗം വരുന്നു. ആ നിന്റെ കിരീടം ആരും എടുപ്പാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. 22:14 പറഞ്ഞു, ഞാൻ വേഗം വരുന്നു, പ്രതിഫലം എന്റെ കയ്യിലുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കിരീടം ആരും എടുക്കാതിരിക്കത്തക്കവണ്ണം പിടിച്ചുകൊള്ളുക. അതുകൊണ്ടാണ് കിരീടത്തെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചത്. കിരീടത്തെ അറിയാൻ വയ്യാത്തവരെങ്ങനെ പിടിക്കുന്നത്? ഹല്ലേലൂയ. അപ്പൊ നിന്റെ കിരീടം ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ അത് പിടിച്ചിരിക്കണം. പക്ഷേ ഇതിനകത്ത് തട്ടിപ്പറിക്കുന്ന പരിപാടിയുണ്ട്. ഹല്ലേലൂയ. എനിക്ക് ആ വ്യക്തിയെക്കാട്ടിലും കൂടുതൽ സുവിശേഷം പറയണം. അതുകൊണ്ടല്ലേ ഞാൻ ഈ വാശി കൂടുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്റെ കോമ്പറ്റീഷൻ ഇവിടെ ഉള്ള നിങ്ങളുമായിട്ടൊന്നും അല്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആളുടെ പേര് പറഞ്ഞില്ലേ? പ്രൈസ് ദി ലോർഡ്. ഒരു സ്റ്റാൻഡേർഡ് നല്ലവണ്ണം വെച്ച് കഴിഞ്ഞാൽ ഓട്ടം അങ്ങ് ശരിയായിക്കോളും. ലോക്കലായിട്ട് വെക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കമ്പയർ ചെയ്യുന്ന ഏറ്റവും നല്ലവണ്ണം ഓടിയവരെ നോക്കിയിട്ട് വേണം. നിങ്ങളുടെ കിരീടം ആരും തട്ടിപ്പറിച്ചോണ്ട് പോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? കയ്യിപ്പയും കാര്യമാണോ? ഹലോ, മുറുകെ പിടിച്ചിട്ടുണ്ടോ? കർത്താവേ, ഈ കിരീടം ഞാൻ പിടിച്ചിരിക്കുകയാണ്, ഇതും കൊണ്ടേ ഞാൻ അവിടെ വരികയുള്ളൂ. ഹല്ലേലൂയ. അന്ത്യം വരെയും വിശ്വസ്തനായിരുന്നാൽ നിനക്ക് ജീവന്റെ കിരീടം കിട്ടും. അപ്പം ഇടയ്ക്ക് ഇട്ടേച്ച് പോയാൽ ജീവന്റെ കിരീടം പോകും. പ്രൈസ് ദി ലോർഡ്. നീതിയുടെ കിരീടം കിട്ടണമെങ്കിൽ അതിന് വേറെ ക്ലോസ് വെച്ചിട്ടുണ്ട്. ഓരോ കിരീടത്തിനും ദൈവം പദ്ധതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ കിരീടങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു പോകാതിരിക്കാൻ പിടിച്ചു വെക്കണം. ഹല്ലേലൂയ. ഈ സാധനങ്ങൾ വിട്ടുകൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആരുടെ സ്വഭാവമാണ്? പിള്ളേരുടെ സ്വഭാവം. കുറച്ച് ആത്മീയ കാലത്തിൽ അങ്ങോട്ട് കൂടി വന്നു കഴിയുമ്പോൾ, ഓ ഇനിയിപ്പോൾ അവനൊക്കെ അങ്ങ് എടുത്തോട്ടെ, ഞാൻ ബൈബിളൊന്നും വായിക്കുന്നില്ല, ഞാൻ ഒത്തിരി നാൾ വായിച്ചല്ലേ, ഞാൻ സീനിയർ മോസ്റ്റാണ്. അപ്പോൾ ബൈബിൾ വായിച്ചാൽ പ്രതിഫലം കിട്ടുമെന്നുള്ള നമ്മൾ ക്യാൻസൽ ചെയ്ത് ആർക്ക് കൊടുത്തു? പിള്ളേർക്ക് കൊടുത്തു. അതുകൊണ്ടാണ് ഇപ്പോഴും ചില പ്രായമുള്ളവർ ഇതിനകത്ത് വാശി നിൽക്കുന്നത്, കിരീടം കൊടുക്കില്ല എന്നും പറഞ്ഞു. വെളിപാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത് വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടും. അവൻ അനുഗ്രഹമുണ്ട്. വചനം എവിടെ വായിച്ച് കേൾപ്പിച്ചാലും വെളിപാടിൽ എഴുതിയിട്ടുണ്ട്.
അതുകൊണ്ട് ഇന്ന് വായിക്കുന്നവർക്കൊക്കെ ആയിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കോമ്പറ്റീഷൻ മെയിൻറ്റെയിൻ ചെയ്തോണം. ഞാനാണ് ആദ്യം വായിക്കാൻ പോകുന്നത്, ഞാനാണ് വ്യക്തമായിട്ട് വായിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കലും വാശി വിട്ടുകൊടുക്കരുത്. പണ്ട് മല്ലപ്പള്ളിയിൽ ഒരു കൺവെൻഷന് ഞാൻ വചനം വായിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആരും വായിക്കുന്നില്ല. നല്ല അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്, ഒത്തിരി ആൾക്കാരുണ്ട്, ഞാൻ പറയുന്നില്ല പേരൊക്കെ. ആരും ബൈബിൾ വായിക്കുന്നില്ല. അവസാനം ഒരാൾ സ്മാർട്ടായിട്ട് പടപടപടാന്ന് വായിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഇമ്പ്രഷനായി. ഇതെല്ലാം കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ തേടി അന്വേഷിച്ച് എന്ന് കൈ കൊടുത്തു പറഞ്ഞു, ഭയങ്കര താങ്ക് യു വെരി മച്ച് ഫോർ ഹെൽപ്പിംഗ് മീ വിത്ത് റീഡിങ് ദ ബൈബിൾ വേഴ്സസ്. എന്താ ജോലി എന്ന് ചോദിച്ചു. ഞാൻ ഓർത്ത് ഇപ്പോഴെങ്ങാണ്ട് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. പുള്ളി പറഞ്ഞു, അല്ല, ഞാനൊരു ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പളാണ്. അപ്പോൾ ഒരു ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പളിന് ബോധമുണ്ട്, വായിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്, സീനിയോറിറ്റി അനുസരിച്ചല്ല വായിക്കുന്നത്, ആത്മനിറവനുസരിച്ചാണ് വായിക്കുന്നത്, ഉള്ളിലുള്ള ആ ദാഹത്തിനനുസരിച്ചാണ് വായിക്കുന്നത്. എത്ര വായിച്ചാലും കൊതി മാറാത്ത രീതിയിൽ വായിക്കുവാൻ, എത്ര സ്തുതിച്ചാലും കൊതി മാറാത്ത പോലെ സ്തുതിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നിന്റെ കയ്യിലുള്ള പ്രതിഫലം വിട്ടുപോകാതെ ആ ബാറ്റൻ അവസാനം വരെയും പിടിച്ചോടി ട്രാൻസ്ഫർ ചെയ്യുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ദാനിയേൽ പ്രവചനം 12:3. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രം പോലെയാണ്. അപ്പൊ സുവിശേഷം പറഞ്ഞ ഒരു വ്യക്തിയെ നേടിക്കഴിഞ്ഞാൽ നിനക്കുള്ള ഗുണം എന്താ? നീ സ്റ്റാർ ആകാൻ പോവാ, റോക്ക് സ്റ്റാർ. അവാർഡ് സെറിമണിയിൽ നീ ആരാണ്? സ്റ്റാർ ആണ്. അപ്പൊ അവാർഡ് സെറിമണിയുടെ സമയത്ത് സ്റ്റാർ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? പാട്ട് പാടുന്നവർക്ക് പ്രതിഫലമുണ്ട്, കൈയടിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്, കസാറ ഇടുന്നവർക്ക് പ്രതിഫലമുണ്ട്, പ്രാർത്ഥനയ്ക്ക് ആദ്യം വരുന്നവന് പ്രതിഫലമുണ്ട്. പക്ഷെ സ്റ്റാർ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? പലരെയും നീ നീതിയിലേക്ക് തിരിക്കണം. പ്രതിഫലത്തിന്റെ സ്റ്റാൻഡേർഡ് പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾ അല്ലാത്തതിന്റെ ഒക്കെ പുറകെ ഓടി നടക്കും. എല്ലാം ഓടിക്കോ, കിട്ടുന്നതൊക്കെ വാരി എടുത്തോ, പോകുന്ന വഴിക്കൊക്കെ പോയിന്റ് കൂട്ടിക്കോ, അതിനൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷെ സ്റ്റാർ ആകണമെങ്കിൽ പലരെയും നീതിയിലേക്ക് നയിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരെയും നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളായി മാറും. ഇവിടെ ഇരിക്കുന്ന നക്ഷത്രങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു 10-15 പേരെ നീതിയിലേക്ക് നയിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ കൂടെ പഠിക്കുന്നവർ, നിന്റെ വീട്ടുകാർ, നിന്റെ നാട്ടുകാർ, നിന്റെ കുടുംബക്കാർ, അവരെയൊക്കെ നീതിയിലേക്ക് നടത്തുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 4:36. യോഹന്നാൻ 4:36. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞു, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, എല്ലാവർക്കും ഒരുപോലെയാണ് ദൈവം പ്രതിഫലം കൊടുക്കുന്നത്. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കത്തക്കവണ്ണം കൊയ്യുന്നവൻ പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആരെങ്കിലും ഒരു സ്ഥലത്ത് ആദ്യം പോയി സുവിശേഷം പ്രസംഗിച്ചേച്ച് പോയിട്ട് അന്ന് ആരും രക്ഷിക്കപ്പെട്ടില്ല, ഇയാള് കരഞ്ഞേച്ചാ പോയത്, അയ്യോ ആരും രക്ഷിക്കപ്പെട്ടില്ല. പിന്നെ അയാൾ 1 വർഷം കഴിഞ്ഞ് പോയി സുവിശേഷം പറഞ്ഞു, 2 വർഷം കഴിഞ്ഞ് പോയി പറഞ്ഞു, അവസാനം അവരെല്ലാം കൂടെ അയാളെ അടിച്ചു കൊന്നു. വർഷങ്ങൾക്ക് ശേഷം ഇയാളുടെ നാട്ടിൽ നിന്ന് വേറൊരാൾ പോയി സുവിശേഷം പറഞ്ഞു, അവരെല്ലാവരും അങ്ങ് രക്ഷിക്കപ്പെട്ടു. കൊയ്ത്തിന്റെ സമയത്ത് കൊയ്ത ആളും പണ്ട് വന്ന് പല പ്രാവശ്യം വിതച്ചേച്ച് പോയ ആളും പ്രതിഫലം ഒരുമിച്ച് കിട്ടി സന്തോഷിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്, ദൈവം നീതിമാനാണ്. നീ എപ്പോഴൊക്കെ എവിടൊക്കെ പ്രവർത്തിച്ചോ അതിനെല്ലാം കണക്കുണ്ട്. അതുകൊണ്ടാണ് വാരി വെതറി വിതയ്ക്കാൻ ഞാൻ വീണ്ടും ആഹ്വാനം ചെയ്യുന്നത്. Let us be in the ministry from every area, sowing and harvesting. Everything is in plenty. We will rejoice together. ദാനിയേൽ 7:10. ഇതൊക്കെ വീട്ടിൽ പോയി വായിക്കണം, ഹോംവർക്കായിട്ട് വായിക്കണം. ന്യായവിസ്താര സഭ ഇരുന്നു. അടുത്ത വാക്യം, പുസ്തകങ്ങൾ തുറന്നു. അപ്പം ഈ വെളിപ്പാട് 12 പറഞ്ഞതും ദാനിയേൽ 7:10 പറഞ്ഞതും ഒരേ സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. അത് അന്ത്യന്യായവിധിയാണ്, പുസ്തകങ്ങൾ തുറക്കുന്ന സമയം. ഞാനിതെല്ലാം വീണ്ടും വീണ്ടും പറയുന്നതിന്റെ കാര്യം, കാലഘട്ടം സ്പീഡിലോട്ട് ഓടിപ്പോവുകയാണ്. നമ്മുടെ സമയം ഇന്ന് വേഗം കഴിഞ്ഞല്ലോ. ഞാൻ പല പ്രാവശ്യമായി പറഞ്ഞ ആ വാക്യം ഒന്ന് വായിച്ചേച്ച് ഇന്നത്തേക്ക് ഞാൻ മെസ്സേജ് നിർത്താൻ പോവുകയാണ്. മത്തായി 10:41-42. മത്തായി 10:41-42. വേഗം വായിച്ചോളൂ. മാത്യു ചാപ്റ്റർ 10:41 and 42. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. ശ്രദ്ധിച്ച് കേൾക്കണേ. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് ദൈവത്തിന്റെ പ്രതിഫലം കിട്ടുമെന്നല്ല പറഞ്ഞത്, പ്രവാചകന്റെ പ്രതിഫലം കിട്ടും. അപ്പൊ നീ കള്ളപ്രവാചകനെ കൈക്കൊണ്ട് 1 ഗ്ലാസ് വെള്ളം കള്ളപ്രവാചകന് കൊടുത്താൽ
എന്ത് പ്രതിഫലമാണ് കിട്ടാൻ പോകുന്നത്? കള്ളപ്രവാചകന്റെ പ്രതിഫലം കിട്ടും. കള്ളപ്രവാചകനെ കണ്ട് കളിപ്പിച്ച് വേല ചെയ്യുന്നവന് നീ 10,000 രൂപ കൊടുത്താൽ നിന്റെ രൂപയ്ക്ക് റിവാർഡ് വരുന്നത് എങ്ങനെയായിരിക്കും? കള്ളപ്പണമായിരിക്കും. വീണ്ടും വായിച്ചോ, ഇത് ക്ലൈമാക്സ് ആയിപ്പോയി, ഇത്രയും വിചാരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് വായിക്കണേ, ഇത് പറയാനാ ഇത് മുഴുവൻ പഠിപ്പിച്ചത്. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് വീട്ടിൽ കേട്ടുന്ന പ്രവാചകൻ ആരാണെന്ന് നീ ശ്രദ്ധിച്ചു വേണം കേൾക്കാൻ. ഏത് സഭയിലാണ് നീ ആരാധിക്കുന്നത് ശ്രദ്ധിച്ചു വേണം കേൾക്കാൻ. സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ദൈവകൃപയെ അനുസരിച്ച് ദൈവവചനങ്ങളെ കോട്ടിമാറ്റാതെ വിശ്വസിക്കുന്ന ദൈവദാസന്മാരെ കണ്ട് മനസ്സിലാക്കി അനുഗ്രഹിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകന് നീ എന്തെങ്കിലും ചെയ്താൽ ആരുടെ പ്രതിഫലം കിട്ടും? പ്രവാചകന്റെ പ്രതിഫലം കിട്ടും. അടുത്ത വാക്യം, നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം കിട്ടും. ദൈവം വിശുദ്ധനാക്കുന്നവൻ വിശുദ്ധനാകും. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവത്തെ സ്വീകരിക്കുന്നവൻ, യേശുവിനെ സ്വീകരിക്കുന്നവൻ ദൈവരാജ്യത്തിന്റെ പങ്കാളിയാകും. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പ്രതിഫലം സ്വീകരിക്കുവാൻ വചനത്തെ അനുസരിച്ച്, വചന കൽപ്പനകളെ അനുസരിച്ച്, സത്യത്തിലും ആത്മാവിലും ആരാധിച്ച്, ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട സഭകളിൽ ആരാധിച്ച്, ദൈവത്തിന്റെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി പ്രതിഫലം വെച്ചിട്ടുണ്ട്. പ്രതിഫലം തരുവാൻ യേശു വാനിൽ വരുവാൻ പോവുകയാണ്. പ്രതിഫലം പ്രാപിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുങ്ങാം. നമ്മുടെ അക്കൗണ്ട് എങ്ങനെയുണ്ട്? ഇന്ന് രാത്രി ദൈവം നിങ്ങളെ സൗഖ്യമാക്കട്ടെ. ദൈവം നിങ്ങളുടെ തിന്മകളെ മാറ്റട്ടെ. ദൈവരാജ്യത്തിൽ പേരുള്ളവരാക്കി തീർക്കട്ടെ. അധികം പ്രതിഫലം പ്രാപിപ്പാൻ, പൂർണ്ണ പ്രതിഫലം പ്രാപിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി വചനം കേട്ട് എല്ലാവർക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പച്ച, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വരവ് അടുത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ അങ്ങ് പ്രതിഫലമായി വരുമ്പോൾ, വേഗം വരുമ്പോൾ ഞങ്ങൾ കണ്ണടച്ച് കുനിഞ്ഞു നിൽക്കുന്നവരായിട്ടല്ല, ധൈര്യത്തോടെ അങ്ങയെ നോക്കി സന്തോഷത്തോടെ കണ്ട് കർത്താവെ അങ്ങയുടെ പാദപീഠത്തിൽ വീണ് നമസ്കരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തിലേക്കുള്ള ധാരാളം പ്രവേശനം ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവർക്കും അങ്ങ് കൊടുക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. വെറും കൈയായിട്ട് അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ ഇന്ന് രാത്രി ആർക്കും അവസരം കൊടുക്കരുതേ. അനേകായിരങ്ങളെ നേടി ദൈവരാജ്യത്തിനു വേണ്ടി പോരാടി കിരീടങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങയുടെ അടുക്കലെത്തുവാൻ കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി, ഉത്തരം തന്നിരിക്കാൻ നന്ദി. സകലമാനവും മഹത്വവും അങ്ങേക്ക്. യേശുവിന്റെ നാമത്തിൽ തന്നെ ഇത്രയും സമയം ദൈവവചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. യേശു വേഗം വരുന്നു. മാറാനാഥ, അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.